Good morning dear students. +1 Mathematics Improvement Examinations എഴുതുന്ന വിദ്യാർത്ഥികളെ മാത്രം ഉദ്ദേശിച്ച് ഉണ്ടാക്കിയ ഒരു വീഡിയോ ലെസൺ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. +1 Improvement Mathematics class. Okay. First chapter Sets എന്നുള്ള ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ സൊല്യൂഷൻസും അവ ചെയ്യേണ്ട മെത്തേഡ്സുമാണ് ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മുഴുവൻ ചോദ്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ മോഡൽ ചോദ്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ആദ്യമായി നമ്മൾ ഈ ചാപ്റ്ററിലെ മുഴുവൻ കോൺസെപ്റ്റുകളും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. സെറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് ഡെഫിനിഷൻ ഓഫ് സെറ്റ്സ് ആയിരുന്നു. സെറ്റിൻ്റെ ഡെഫിനിഷൻ ഒന്നും ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നീട് നമ്മൾ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ് പഠിച്ചു. സെറ്റിനെ രണ്ട് രൂപത്തിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ റോസ്റ്റർ ഫോം പറഞ്ഞു, പിന്നീട് സെറ്റ് ബിൽഡർ ഫോം. ഈ രണ്ട് മോഡൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിന് ശേഷം സബ്സെറ്റ്സ്, പ്രോപ്പർ സബ്സെറ്റ്സ്, പവർ സെറ്റ്സ്, intervals as subsets of real numbers, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് ചെയ്യണം. നമ്പർ ഓഫ് സബ്സെറ്റ്സ് അറിയണം, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ്, പവർ സെറ്റ്, ഇന്റർവെൽസ്, സബ്സെറ്റ്സ് ഓഫ് ആർ, അതെല്ലാം നമുക്ക് വിശദീകരിക്കണം. ഓക്കെ, നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞത് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് ആയിരുന്നു. മെയിൻലി 3 ഓപ്പറേഷൻസ് ആണുള്ളത്: യൂണിയൻ, ഇന്റർസെക്ഷൻ ആൻഡ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്സ്. ഈ 3 ഓപ്പറേഷൻസും കൂടെ ജോയിൻ ചെയ്ത് വരുന്ന ഒരു റിസൾട്ട് ഉണ്ടായിരുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് റോളാണ്. ഈ ചാപ്റ്ററിൽ പഠിച്ചതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോ ആണിത്. യൂണിയൻ, ഇന്റർസെക്ഷൻ, കോംപ്ലിമെന്റ് മൂന്നും കൂടെ കണക്ട് ചെയ്യുന്ന റിസൾട്ടായിരുന്നു ഡി മോർഗൻസ് ലോസ്. ഡി മോർഗൻസ് ലോസിന് 2 വേർഷൻസ് ഉണ്ട്. എ യൂണിയൻ ബി ദി ഹോൾ ഡാഷ് ഇസ് ഇക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ആൻഡ് എ ഇന്റർസെക്ഷൻ ബി ദി ഹോൾ ഡാഷ് ഇസ് ഇക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യണം. അതിന്റെ വെരിഫിക്കേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നീട് നമ്മൾ വെൻ ഡയഗ്രാം പഠിച്ചു. വെൻ ഡയഗ്രാം ഓഫ് യൂണിയൻ, ഇന്റർസെക്ഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വെൻ ഡയഗ്രാം പഠിച്ചു കഴിഞ്ഞു. പ്രോബ്ലം ചെയ്യാൻ നമുക്ക് വെൻ ഡയഗ്രാം ഉപയോഗിക്കാവുന്നതാണ്. അവസാനമായി കാർഡിനാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു റിസൾട്ടും കുറച്ച് വേർഡ് പ്രോബ്ലംസുമാണ് ഈ സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ അവസാനമായി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇവിടെ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഓക്കെ, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഈ ഒരു ഫോർമുലയിൽ നിന്നുകൊണ്ടാണ് ആ വേർഡ് പ്രോബ്ലംസ് കംപ്ലീറ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഡി മോർഗൻസ് ലോയും നമ്മൾ അതിൽ ഉപയോഗിച്ച് വരാറുണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് ചെയ്ത് നോക്കാം. അതിനു മുമ്പായിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് സെറ്റ്സും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചാപ്റ്ററിൽ നാച്ചുറൽ നമ്പേഴ്സ്, ഡബ്ല്യു ഹോൾ നമ്പേഴ്സ്, സെഡ് ഇൻഡിജേഴ്സ്, ക്യൂ റാഷണൽ നമ്പേഴ്സ്, ആർ റിയൽ നമ്പേഴ്സ്. ഇതിന് പുറമെ നിങ്ങൾ സെഡ് പ്ലസ്, ക്യൂ പ്ലസ്, ആർ പ്ലസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, സെഡ് പ്ലസ് പോസിറ്റീവ് ഇൻഡിജർ, എക്സെട്ര എക്സെട്ര. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് നോക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കൂ. റൈറ്റ് ദി ഫോളോയിങ് ഇൻ റോസ്റ്റർ ഫോം എന്നാണ് ചോദ്യം. സാധാരണ പരീക്ഷയ്ക്ക് ചോദിച്ചു വരാറുള്ള ചോദ്യമാണ്. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിലെ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ 1 by 1 ആയിട്ട് ലിസ്റ്റ് ചെയ്യും, കോമ ഇട്ട് വേർതിരിക്കും, അവസാനം സെറ്റിന്റെ ബ്രാക്കറ്റിനകത്ത് എൻക്ലോസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എക്സ് ഇസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10 എന്നാണ്. അപ്പോൾ പ്രൈം നമ്പറിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഏതായിരിക്കും പ്രൈം നമ്പർ? ഫസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? എപ്പോഴും ഓർത്തിരിക്കുക, ഫസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ 2 ആണ്. നമ്പർ 1 ഒരിക്കലും പ്രൈം നമ്പർ അല്ല, നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് എന്നാണ് പറയപ്പെടുക. അതുകൊണ്ട് ഫസ്റ്റ് നമ്പർ 2 ആണ്. അടുത്ത നമ്പർ ഏതായിരുന്നു? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യകൾ അല്ലേ. നമ്പർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫാക്ടേഴ്സ്, അതിന്റെ ഘടകങ്ങൾ ആ നമ്പറും 1ഉം മാത്രമേ പാടുള്ളൂ. അതാണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്പർ 5 ഒരു പ്രൈം നമ്പർ ആണ്, കാരണം 5ന്റെ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് അറിയാം. പ്രൈം നമ്പർ ഓക്കെ, 7 ആൻഡ് 7 അത്രയും നമ്പേഴ്സ് മാത്രമേ ലെസ് ദാൻ 10 ആയി 10ന്റെ താഴെ ഇത്രയും പ്രൈം നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഓർത്തിരിക്കുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 3 is 0, എക്സ് ഈസ് എ റിയൽ നമ്പർ എന്നാണ്. ഇവിടെ ഈ ഇക്വേഷൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് എന്നുള്ള ക്വാഡ്രാറ്റിക് ഫോർമുല നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. x minus 1 into x plus 3 അല്ലേ, മൾട്ടിപ്ലൈ ചെയ്താൽ -3, ആഡ് ചെയ്താൽ +2. ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്.
x minus 1 into x plus 3 is equal to 0. ഫസ്റ്റ് ബ്രാക്കറ്റിന് 0 കൊടുത്താൽ ഫസ്റ്റ് ബ്രാക്കറ്റ് എപ്പോഴാണ് 0 വരാൻ നോക്കൂ നിങ്ങൾ, x is equal to 1 ആകുമ്പോൾ 0 വരും, ഇവിടെ x is equal to -3. അപ്പോൾ ഇവിടെ വാല്യൂസ് നോക്കേണ്ടത് 1 and -3 ആണ്. ഓക്കെ, ഈ ഇക്വേഷൻ ശരിയാവുന്ന വാല്യൂസ് x is equal to 1, x is equal to -3. Therefore here a is equal to set -3 1. ഞാനൊരു ഓർഡറിൽ എഴുതിയതാണ്, ആദ്യം ചെറിയ നമ്പർ എഴുതിയതാണ്, പിന്നീട് വലിയ നമ്പർ. ഏത് ഓർഡറിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഏത് ഓർഡറിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. മൂന്നാമത്തെ സെറ്റ് നോക്കൂ, -half less than x less than 9/2, x is an integer. -halfന്റെയും 9/2ന്റെയും ഇടയിലുള്ള എല്ലാ ഇൻഡിജേഴ്സും എഴുതണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു നമ്പർ ലൈൻ വരച്ച് നോക്കിയാൽ മതി. -half എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും അല്ലേ, -half എന്ന് പറഞ്ഞാൽ -0.5, ഇവിടെയാണ് -halfന്റെ പൊസിഷൻ. 9/2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 4.5, ശരിയല്ലേ, 4.5. ഇപ്പൊ വളരെ കൃത്യമാണ് കാര്യം. ഈ രണ്ട് നമ്പേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിജേഴ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഏതൊക്കെയാണ് ഇൻഡിജേഴ്സ് നോക്കൂ, നിങ്ങൾ നമ്പർ ലൈനിലേക്ക് നോക്കൂ. 0, ഓക്കെ, 0 1 2 3 4 അത്രേ ഉണ്ടാവുള്ളൂ. 0 1 2 3 4. ഈ -half പ്രത്യേകം ശ്രദ്ധിക്കണേ, -halfന്റെ പൊസിഷൻ ഇവിടെയാണ്. അപ്പൊ അതിന്റെ ഗ്രേറ്റർ ദാൻ -half എന്നാണ് ഇവിടെ കാണുന്നത്. -halfന്റെയും 4.5ന്റെയും ഈ രണ്ട് ആരോ ഹെഡ്സ് കണ്ടില്ലേ നിങ്ങൾ, ഈ ആരോ മാർക്കിന്റെ ഇടയിലുള്ള നമ്പേഴ്സ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, റോസ്റ്റർ ഫോമിലുള്ള ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെറ്റ് 1 2 3 റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ. സബ്സെറ്റ്സ് ഓഫ് എ ചോദിക്കുക, അല്ലെങ്കിൽ പവർ സെറ്റ് ഓഫ് എ എഴുതാനും പറയും, രണ്ടും ഒന്ന് തന്നെയാണ്. സബ്സെറ്റ്സ് ഓഫ് എ, സബ്സെറ്റുകളെ എല്ലാം ഒരു സെറ്റിനകത്താക്കിയാൽ അതിന് പറയുന്ന പേരാണ് പവർ സെറ്റ്. നമുക്ക് നോക്കാം സബ്സെറ്റ്സ്. ആദ്യം നമ്മൾ നൾ സെറ്റ് എഴുതും അല്ലേ, നൾ സെറ്റ്. നൾ സെറ്റ് ആൻഡ് ഫുൾ സെറ്റ് ആർ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ നൾ സെറ്റ് എഴുതി, പിന്നെ ഫുൾ സെറ്റ് എഴുതി. ഇനി 1 എലമെന്റ്സ് വരുന്ന സബ്സെറ്റുകൾ ഉണ്ട് അല്ലേ, ഒരു എലമെന്റ് മാത്രം വരുന്ന സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3. ഇനി 2 എലമെന്റ്സ് വരുന്നത് എഴുതാം, സെറ്റ് 1 2, സെറ്റ് 2 3, സെറ്റ് 1 3. ഇത്രയും സബ്സെറ്റുകളാണ് ഇതിനുണ്ടാവുക. ഓക്കെ, ഇനി പവർ സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെല്ലാം കൂടെ ഒരു സെറ്റിനകത്താക്കി എഴുതും. ഓക്കെ, അത് നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഈ സബ്സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടാവും അത് നമ്മൾ പഠിച്ചു. m എലമെന്റ്സ് ആണ് സെറ്റിലെങ്കിൽ 2m ആയിരിക്കും പവർ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം, അല്ലെങ്കിൽ സബ്സെറ്റ്സുകളുടെ എണ്ണം 2m ആയിരിക്കും. ഓക്കെ, പവർ സെറ്റിന് p of a എന്നുള്ള സിംബൽ ഉപയോഗിക്കാറുണ്ട്. പ്രോപ്പർ സബ്സെറ്റ് ആണ് ചോദിച്ചതെങ്കിൽ 2m - 1 ആയിരിക്കും. ഈ റിസൾട്ടുകൾ ഓർത്തു വെക്കുക. ഇവിടെ സബ്സെറ്റുകളുടെ എണ്ണം എത്രയായിരുന്നു, 2 ക്യൂബ്. ഇവിടെ 3 എണ്ണം ആയതുകൊണ്ട് 2 ക്യൂബ്. 2 ക്യൂബിന്റെ ആൻസർ 8. പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 2 3 എന്ന് പറഞ്ഞാൽ ഈ ഫുൾ സെറ്റ് ഇല്ലാത്ത ഒഴികെയുള്ള സബ്സെറ്റുകളുടെ എണ്ണമാണ് പ്രോപ്പർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം എപ്പോഴും ടോട്ടൽ സബ്സെറ്റ്സ് -1 ആയിരിക്കും, 2m - 1. അതായത് ഇവിടെ 8 - 1 = 7 ആയിരിക്കും. പ്രത്യേകം ഓർത്ത് വെക്കുക, പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സബ്സെറ്റ് -1. ഈ ഫുൾ സെറ്റിനെ ഒഴിവാക്കിയതിനാണ് നമ്മൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇനി സബ്സെറ്റുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. 3 ചോദ്യങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കൂ. വായിച്ചല്ലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ സെറ്റ് ഹാസ് 128 സബ്സെറ്റ്സ് then number of elements in the set. അപ്പോൾ സബ്സെറ്റുകളുടെ എണ്ണം 128. അപ്പോൾ നമുക്ക് m ആക്കി എടുക്കാം. സെറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് m എന്ന് വിചാരിച്ചോളൂ. 2m ആണ് 128. സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 2m. ഈ 128 നമ്മൾ 2ന്റെ പവർ ആക്കി എഴുതാൻ പറ്റുമോ നോക്കുക. 2⁷ ആണ് അല്ലേ. അപ്പോൾ m = what? കമ്പയറിംഗ് ബേസ് = ബേസ്, then power = പവർ എന്നാണ്. അപ്പോൾ m = 7. ഇവിടെ if a set has 63 പ്രോപ്പർ സബ്സെറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത് 63. നമ്പർ ഓഫ് എലമെന്റ്സ് വീണ്ടും ചോദിച്ചു. നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്ക് അറിയില്ല, നമ്മൾ m എന്ന് സെലക്ട് ചെയ്തു. ഇപ്പൊ പ്രോപ്പർ സബ്സെറ്റ് കാണാനുള്ള ഫോർമുല 2m - 1 ആണ്. 2m - 1 = 63 എന്നിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 1നെ ഇങ്ങോട്ട് സൈഡ് മാറ്റുന്നു. 2m = 64. therefore 2m = 2⁶. therefore m = 6. ഓക്കെ, ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് 2 സെറ്റ്സ് ഈസ് 56. ഫൈൻഡ് ദി നമ്പർ ഓഫ് എലമെന്റ്സ് എന്നാണ്. 2 സെറ്റുകളുണ്ട്. 2 സെറ്റ് എ ആണ് ബി ആണെന്ന് വിചാരിച്ചോളൂ. അവയുടെ സബ്സെറ്റുകൾ തമ്മിലുള്ള എണ്ണത്തിന്റെ വ്യത്യാസം, സബ്സെറ്റുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് 56. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ സെറ്റിലെ എലമെന്റ്സ് m എന്നും രണ്ടാമത്തെ സെറ്റിൽ n എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. നമുക്കറിയാം ഒന്നാമത്തെ സെറ്റിന്റെ സബ്സെറ്റുകളുടെ എണ്ണം 2m ആണ്, ഇത് 2n ആണ് അല്ലേ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് 2m - 2n = 56. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് സബ്സെറ്റ്സ്. ഇതാ കണ്ടോ, ഡിഫറൻസ് ബിറ്റ്വീൻ
നമ്പർ ഓഫ് സബ്സെറ്റ്സ്. ഒന്നാമത്തെ സെറ്റിന്റെ സബ്സെറ്റ് 2 റേസ് ചെയ്യാം, രണ്ടാമത്തതിന് 2 റേസ് ചെയ്യാം. ഡിഫറൻസ് എത്രയായിരുന്നു? 56. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, 2ന്റെ പവേഴ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ്. 2യുടെ പവേഴ്സ് ഇവിടെ 2 റേസ് ചെയ്യാം, 2 റേസ് 10, 56 വരണമെങ്കിൽ ആ നമ്പേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ആദ്യം ഇവിടെ 2ന്റെ പവേഴ്സ് ജസ്റ്റ് ഒന്ന് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. 2ന്റെ ഫസ്റ്റ് പവർ 2 റേസ് 1, 2, 2 റേസ് 2, 4, 2 റേസ് 3, 8. ഇതാണ് 2ന്റെ പവേഴ്സ്. അല്ല ഇങ്ങനെ പോയിട്ടുണ്ടാവും. അങ്ങനെ പോകുമ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 56 വരുന്ന രണ്ട് നമ്പേഴ്സ് ഇവിടെ സെലക്ട് ചെയ്ത് നോക്കൂ. ഡിഫറൻസ് 56 വരുന്ന നമ്പേഴ്സ് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെയാണ്. 8 and 64 ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം 56 ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഈ 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റേസ് ടു എത്രയായിരിക്കും? 2 റേസ് ടു 6 ആണ് അല്ലെ. 2 റേസ് ടു 6 ആണ്, ഇത് 2 റേസ് ടു 3 ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ കിട്ടി. m = 6, n = 3 അല്ലെ. 64 അല്ലേ ഇത് വരേണ്ടത്, 2 റേസ് ടു 6 അല്ലേ 64. സോ m എന്ത് വരണം? m = 6, n = 3. ഈ ഒരു പവേഴ്സ് ഓഫ് 2 മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. ഇതൊരു പ്രാവശ്യം പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഒന്നിലധികം പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a = 1, 2, 3, 4 ഫൈൻഡ്. 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിക്കുക കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സബ്സെറ്റ്സ് എത്രയായിരിക്കും? നമ്പർ ഓഫ് സബ്സെറ്റ്സ് എല്ലാവർക്കും പറയാലോ, 2 റേസ് ടു 4 ആയിരിക്കും അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ഹാവിംഗ് ഓൺലി 1 എലമെന്റ്. 16 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും, അതിൽ ഒരു എലമെന്റ് മാത്രമുള്ള സബ്സെറ്റ് എത്ര എണ്ണം ഉണ്ടെന്നാണ്. ഇവിടെ ആകെ നോക്കൂ നിങ്ങൾ, ഇതിന്റെ സബ്സെറ്റ്സ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ 5 എഴുതും, പിന്നെ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 4 എന്ന് എഴുതിയില്ലേ. അപ്പം 1 എലമെന്റ് ഉള്ളത് എത്ര ഉണ്ടായിരിക്കും? ഇവിടെ എത്ര എലമെന്റ്സ് ആണോ ഉള്ളത് അത്രയും എത്രയും സബ്സെറ്റുകളായിരിക്കും 1 എലമെന്റ് ഉണ്ടാവുക അല്ലെ. 4C1 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 4 ആയിരിക്കും അതിന്റെ ആൻസർ. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് അടുത്ത് നോക്കൂ, നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് ഹാവിംഗ് ഓൺലി 2 എലമെന്റ്സ്. 2 എലമെന്റ്സ് വരുന്ന സബ്സെറ്റുകൾ. അപ്പൊ ഉദാഹരണം പറയാം, 1 2, 1 3, 1 4, 2 3. അങ്ങനെ നോക്കുമ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഹാവിംഗ് ഓൺലി 2 എലമെന്റ്സ്, 2 എലമെന്റ്സ് മാത്രം വരുന്ന സബ്സെറ്റ് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ആകെ എത്ര ഉണ്ട് നോക്കുക? 1 2 3 4 അല്ലെ. 4ൽ 2 സെലക്ഷൻ ആണ് നോക്കുന്നത് അല്ലെ. 4ൽ 2 സെലക്ഷൻ നമ്മൾ പഠിച്ചു. 4C2 ആണ് ആൻസർ. 4C2 എങ്ങനെയാണ് 4C2 ഇവാലുവേറ്റ് ചെയ്യാം? 4 × 3 / 1 × 2 ചെയ്താൽ നിങ്ങൾക്ക് 6 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ സ്വന്തം പറയാൻ പറ്റും. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ഹാവിംഗ് ഓൺലി 3 എലമെന്റ്സ്. 3 എലമെന്റ്സ് വരുന്ന എത്രയായിരിക്കും? യെസ്, 4C3 ആയിരിക്കും. 4C3 എന്ന് പറഞ്ഞാൽ 4C1 തന്നെയാണ്. NCR = NCn - R. 4C3 മീൻസ് 4C1. 4C1 എന്ന് പറഞ്ഞാൽ 4 തന്നെ ആയിരിക്കും. അപ്പോൾ 4 സബ്സെറ്റുകളായിരിക്കും ഉണ്ടാവും. ഇനി നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് ഹാവിംഗ് 4 എലമെന്റ്സ് ചോദിച്ചാലോ? 4 എലമെന്റ്സ് വരുന്ന ആകെ ഒരേ സബ്സെറ്റ്, അത് 1 2 3 4 മാത്രം. തീരെ എലമെന്റ് ഇല്ലാത്തതോ 0 എലമെന്റ്സ് വരുന്ന നൾ സെറ്റ് അല്ലെ. നൾ സെറ്റും ഫുൾ സെറ്റും ഓരോ എലമെന്റ്സ് ആയിരിക്കും. പിന്നീട് നൾ സെറ്റ് ഒറ്റ എലമെന്റ് ഇല്ലാത്തത്, ഫുൾ സെറ്റ് എന്ന് പറഞ്ഞാൽ 4 എലമെന്റ്സ് വരുന്നത്. പിന്നെ 1 എലമെന്റ് വരുന്നത് എത്രയായിരിക്കും? 4C1, അത് 4 ആണ്. 2 എലമെന്റ്സ് ആണെങ്കിൽ 4C2, 3 എലമെന്റ്സ് ആണെങ്കിൽ 4C3. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി എന്താണ് ഈ ക്വസ്റ്റ്യന്റെ ഫുൾ ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ, സബ്സെറ്റുകൾ എണ്ണം ചോദിച്ചാൽ ഇങ്ങനെ എഴുതിയാൽ മതി. സബ്സെറ്റുകൾ ചോദിച്ചാൽ ഇങ്ങനെ ആൻസർ എഴുതണം. നൾ സെറ്റ് ഇവിടെ എഴുതണം. 1 എലമെന്റ് വരുന്നത് നോക്കും നിങ്ങൾ, 1 2 3 4 അല്ലെ. 2 എലമെന്റ്സ് വരുന്നത് 1 2 1 3 1 4 2 3 2 4 3 4. 3 എലമെന്റ്സ് വരുന്നത് 1 2 3 1 2 4 2 3 4 1 3 4. ഇതാണ് 3 എലമെന്റ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, 4 എലമെന്റ് വരുന്നത് 1. എല്ലാം ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. നമ്പർ ചോദിച്ചാൽ നമ്പർ മാത്രം എഴുതിയാൽ മതി. സബ്സെറ്റുകൾ എഴുതാൻ പറഞ്ഞാൽ മാത്രം നിങ്ങൾ ഈ സബ്സെറ്റുകൾ എഴുതിയാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ഇന്റർവെൽസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. റൈറ്റ് ദി ഫോളോയിങ് ഇൻ സെറ്റ് ബിൽഡർ ഫോം എന്നാണ്. ഇവിടെ ഇന്റർവെൽസ് തന്നിരിക്കുന്നത് അല്ലെ. ഇന്റർവെൽസ് x belongs to closed interval എന്നാണ് ഇത് വായിക്കുക അല്ലെ. ക്ലോസ്ഡ് ഇന്റർവൽ 2 5, ഇത് ഓപ്പൺ ഇന്റർവൽ 1 6, ഇത് ക്ലോസ്ഡ് ഓപ്പൺ 2 7, ഇത് ഓപ്പൺ ക്ലോസ്ഡ് 0 8. ഇതിന്റെ മീനിങ് എല്ലാവർക്കും അറിയാം അല്ലെ. സെറ്റ് ഓഫ് ഓൾ x such that 2 less than or equal to x less than or equal to 5. ക്ലോസ്ഡ് ഇന്റർവൽ ആവുമ്പോൾ ഈ ബ്രാക്കറ്റ് ഉണ്ടാവുക. അവിടെ 2ഉം 5ഉം ഇൻക്ലൂഡഡ് ആണ്. 2ഉം ഇവിടെ ഈക്വൽ ടു എന്ന് എഴുതണം. x belongs to R എന്ന് കൂടെ ചേർത്താൽ ആൻസർ കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ, സെറ്റ് ഓഫ് ഓൾ x such that 1 less than x less than 6. ഇവിടെ 1 2 എൻ പോയിന്റിലുള്ള 1ഉം 6ഉം ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 വാല്യൂസും എക്സ്ക്ലൂഡിംഗ് ആണ്. അവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ എന്നുള്ള ഇനീക്വാളിറ്റി ആണ് യൂസ് ചെയ്യേണ്ടത്.
2 7 ആവുമ്പോൾ 2 ഇൻക്ലൂഡിംഗ് ആണ്, 7 എക്സ്ക്ലൂഡിംഗ് ആണ്. അപ്പോൾ ഇൻക്ലൂഡിംഗ് ആവുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, എക്സ്ക്ലൂഡിംഗ് ആവുമ്പോൾ ലെസ് ദാൻ എന്ന് മാത്രം എഴുതിയാൽ മതി. ലാസ്റ്റ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. അപ്പോൾ ഇത് ഇന്റർവെൽ ഫോമിൽ നിന്ന് സെറ്റ് ബിൽഡർ ഫോമിലേക്ക്. ഇനി തിരിച്ചും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് റൈറ്റ് ദ ഇന്റർവെൽസ് 1 മാർക്കിന് നിങ്ങൾക്ക് ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഈ ഒന്നാമത്തെ ഇതാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യണം? ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടോ എന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോസ്ഡ് ആക്കണം. ലെസ് ദാൻ മാത്രമാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് ആൻസർ എഴുതണം. അപ്പോൾ ഈ തിരിച്ചും ഈ ചോദ്യങ്ങൾ ഇങ്ങോട്ട് റിവേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതും പ്രത്യേകം ശ്രദ്ധിക്കാതെ നമ്മൾ വേറെ ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാം. നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് അറിയാലേ. 2 5 ഇവിടെ ഇൻക്ലൂഡിംഗ് ആയിരിക്കും, രണ്ടും ഇവിടെ ഇൻക്ലൂഡിംഗ് ആണ്. ഇവിടെ ഷെയ്ഡ് ചെയ്യുമ്പം അങ്ങനെ ആയിരിക്കും ഷെയ്ഡിങ് ഉണ്ടാവാം. ഇവിടെ 1 6 രണ്ടും എക്സ്ക്ലൂഡിംഗ് ആണ്. ഇവിടെ 2 ഇൻക്ലൂഡഡ് ആണ്, 7 എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ബബിൾ ചെയ്യും, ഇവിടെ ഫില്ല് ചെയ്യും. ഓക്കെ, ഇൻക്ലൂഡിംഗ് ആണെങ്കിൽ ഫില്ല് ചെയ്യും. ഇനി വെൻ ഡയഗ്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇപ്പോൾ വെൻ ഡയഗ്രം നിങ്ങൾക്ക് പരിചയമുള്ള കുറച്ച് വെൻ ഡയഗ്രംസ് ഇവിടെ കാണിക്കാം. എ യൂണിയൻ ബി ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. എ യൂണിയൻ ബി ദ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂണിയൻ ബിയുടെ പുറത്താണ്, പക്ഷേ യൂണിവേഴ്സൽ സെറ്റിനകത്തായിരിക്കണം. യൂണിവേഴ്സൽ സെറ്റിനകത്ത് എ യൂണിയൻ ബിക്ക് പുറത്ത്. ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ചിത്രത്തിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്നതാണ്. എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്നത്. ഇത് ഏതായിരിക്കും? ദിസ് ഈസ് എ മൈനസ് ബി. ഇവിടെ ഞാൻ എ എന്ന് എഴുതാൻ വിട്ടു പോയിട്ടുണ്ട്. ഇതാണ് എ എന്നുള്ള അസംഷനിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. സോ വാട്ട് ഈസ് എ മൈനസ് ബി? ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് എ മൈനസ് ബി. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എ മൈനസ് എ എന്നുള്ള റിങ്ങിൽ നിന്ന് ഈ കോമൺ ഭാഗം ഇന്റർസെക്ഷൻ എന്നുള്ള ഭാഗം മൈനസ് ചെയ്തു. അപ്പോൾ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ള പ്രത്യേകം ഓർത്തു വെക്കുക. അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്നും പറയാവുന്നതാണ്. നോക്കൂ, നിങ്ങൾ ഈ ഗ്രീൻ ഷെയ്ഡഡ് റീജിയൻ ഏതാണ്? ബി മൈനസ് എ ആണ്. ഇതാണ് എ ഡോ. ഇത് മറന്നുപോയതാണ് ഇവിടെ മാർക്ക് ചെയ്യാൻ. എ ബി, ഫസ്റ്റ് സെറ്റ് എ ബി. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് ബി മൈനസ് എ. ബിയിൽ നിന്നും എ മൈനസ് ചെയ്തു. ഓക്കെ, ബി മൈനസ് എ ഏതിനോട് ഈക്വലന്റ് ആവുന്നത്? ഈക്വൽ ടു ആവുന്നത് ബി എന്നുള്ള റിങ്ങിൽ നിന്നും ഏതാ മൈനസ് ചെയ്തത്? എ ഇന്റർസെക്ഷൻ ബി എന്നുള്ള ഈ കോമൺ ഭാഗം മൈനസ് ചെയ്തു. കണ്ടോ, ഇതാണ് കോമൺ, ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. ഈ കോമൺ പാർട്ട് മൈനസ് ചെയ്തു. ബി എന്നുള്ള റിങ്ങിൽ നിന്നും എ ഇന്റർസെക്ഷൻ ബി മൈനസ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ബി ഇന്റർസെക്ഷൻ എ ഡാഷ് എന്നും ഇതിന് പറയാം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ എന്ത് പേര് കൊടുക്കാം? ഇത് എ മൈനസ് ബി ആണ് അല്ലേ? ഇത് എ മൈനസ് ബി ആണ്. ഈ ഭാഗം എ മൈനസ് ബി, ഈ ഭാഗം എ മൈനസ് ബി ആണ് അല്ലേ? ഈ ഭാഗം ബി മൈനസ് സി ആണ്. അപ്പൊ രണ്ടും കൂടെ ചേർന്നാൽ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ഇതിന് പറയുന്ന പേരാണ് സിമെട്രിക് ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അതിനെ സൂചിപ്പിക്കുന്ന സിമ്പലാണ് എ ഡെൽറ്റ ബി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കാര്യമായിട്ട് അതിലുള്ളത്. ഇനി നമുക്ക് വെൻ ഡയഗ്രം 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. സ്കെച്ച് ദി വെൻ ഡയഗ്രം ഫോർ എ ആൻഡ് ബി. വെൻ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. എ സബ്സെറ്റ് ഓഫ് ബി ആകുമ്പോൾ വെൻ ഡയഗ്രം വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വലിയ സെറ്റ് ഏതാണ്? ബി ആണ് അല്ലേ? നോക്കാം നമുക്ക്. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇപ്പൊ ബി ആദ്യം വരച്ചു. ബിയുടെ അകത്തായിട്ട് നമ്മൾ എ വരച്ചുകൊണ്ട് ഷെയ്ഡ് ചെയ്താൽ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഇഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ ഈ 2 ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കൂ. എ യൂണിയൻ ബി എന്തായിരിക്കും വരിക? എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വലിയ സെറ്റ് ആയിരിക്കും, ബി തന്നെ ആയിരിക്കും ആൻസർ. ഓക്കെ, ഈ ചിത്രത്തിൽ മനസ്സിലാവും. എയും ബിയും കൂടെ ചേർന്നാൽ എന്ത് കിട്ടുമെന്നാണ് യൂണിയൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ബി തന്നെ ആയിരിക്കും. എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? കോമൺ ആയിട്ടുള്ളത് ആരാ? എക്കും ബിക്കും കോമൺ ആയിട്ടുള്ളത് ഇതാ എ തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വേഗം ഒരു ചെറിയ വെൻ ഡയഗ്രം വരച്ച് നോക്കുക. യൂണിയൻ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ചേർത്ത് വെച്ചതാണ്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ കോമൺ ആയിട്ടുള്ളത് എ മാത്രമാണ്. ഓക്കെ, ഇനി ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരക്കും നോക്കാം നമുക്ക്. ബി സബ്സെറ്റ് ഓഫ് എ ചോദിച്ചാൽ നമ്മൾ എ ആദ്യം പുറത്ത് വരക്കണം. ബി ആണ് ചെറുത്. ബി സബ്സെറ്റ് ഓഫ് എ, ബി സബ് ആണ്. കണ്ട, ബി സബ് ആണ്. അങ്ങനെ വരുമ്പം ബി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ എന്തായിരിക്കും എ യൂണിയൻ ബി? നോക്കൂ, നിങ്ങൾ എയും ബിയും കൂടെ ചേർത്ത് വെച്ചാൽ എന്തായിരിക്കും ആൻസർ? എ തന്നെ കിട്ടും. വലിയ സെറ്റ് ആയിരിക്കും ആൻസർ. എ ഇന്റർസെക്ഷൻ ബിയോ? ബി ആയിരിക്കും. വെൻ ഡയഗ്രത്തിന് ക്ലിയർ അല്ലേ? നോക്കൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7. വെൻ ഡയഗ്രം നോക്കിയിട്ട് ആൻസർ ചെയ്യാനുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ വെൻ ഡയഗ്രം തന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ റൈറ്റ് എ ബി ആൻഡ് യു, ഫൈൻഡ് എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി, വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്.
നോക്കാം നമുക്ക്. ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾ വെൻ ഡയഗ്രം നോക്കി ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. എ എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ റിങ്ങിനകത്തുള്ള എല്ലാ എലമെന്റ്സും എഴുതിയാൽ എ ആയി. അപ്പൊ എന്തായിരിക്കും എ 1 2 3 സോറി യൂണിവേഴ്സൽ സെറ്റ് ആണ് ആദ്യം എഴുതുന്നത്. യൂണിവേഴ്സൽ സെറ്റ് എഴുതുമ്പോൾ നിങ്ങൾ ഈ ചതുരത്തിനകത്തുള്ള ഈ റെക്ടാങ്കിളിനകത്തുള്ള മുഴുവൻ എലമെന്റ്സും നിങ്ങൾ കാണുന്ന മുഴുവൻ എലമെന്റ്സും അതാണ് 1 മുതൽ 8 വരെ. എ എന്ന് പറഞ്ഞാൽ നോക്കൂ, എയുടെ റിങ്ങിനകത്തുള്ളത് 2 3 5 6 ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ബി നോക്കൂ, ബി എന്ന് പറയുന്ന ഈ ഗ്രേ കളറുള്ള റിങ്ങിനകത്തുള്ളത് 1 2 3 4 7 അല്ലെ, ഫുൾ എഴുതണം. ഇനി എ യൂണിയൻ ബി ആണ് ഒന്നാമത്തെ ചോദ്യം അല്ലെ. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ എ യൂണിയൻ ബി നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് എഴുതാം. അതല്ല വെൻ ഡയഗ്രം നോക്കിയിട്ട് വളരെ പെട്ടെന്ന് എഴുതാം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന റിങ്ങും ബിയുടെ റിങ്ങും ഈ രണ്ട് റിങ്സും കൂടെ കൂട്ടിച്ചേർത്ത് എഴുതാം. അപ്പൊ 8 എന്നുള്ള ആളെ മാത്രം ഒഴിവാക്കിയാൽ മതി. കണ്ടോ, ബാക്കി എല്ലാ എലമെന്റ്സും എഴുതാം. അപ്പൊ 1 2 3 4 5 6 7 ക്ലിയർ. എ ഇന്റർസെക്ഷൻ ബി വളരെ ക്ലിയർ ആണ്. കോമൺ ആയിട്ട് ആരാളുള്ളത് 2 3. പോയിന്റ് 2 പോയിന്റ് 3 എന്നൊന്നും വായിക്കരുത്. ഇത് 2 എന്നുള്ള പോയിന്റിന്റെ പൊസിഷൻ കാണിച്ചതാണ് 2 3. ഓക്കെ, 2 ഒരു പോയിന്റ്, 2 ഒരു പൊസിഷൻ കാണിക്കേണ്ട, അതിന് വേണ്ടിയിട്ട് 2 എന്ന് കാണിച്ചതാണ് 2 3. ഓക്കെ, ഇനി വെരിഫൈ ദാറ്റ്. ഇതാണ് ഡിമോർഗൻസ് ലോന്റെ ഫസ്റ്റ് വേർഷൻ. എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. അപ്പൊ ഇതിന് നമ്മൾ ആദ്യം എ യൂണിയൻ ബി എഴുതണം. എ യൂണിയൻ ബി ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതിന്റെ കോംപ്ലിമെന്റ് എഴുതണം. എന്താണ് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ്? കൂടുതലൊന്നും നോക്കണ്ട, വെൻ ഡയഗ്രം ഉള്ളത് കൊണ്ട് എ യൂണിയൻ ബിക്ക് പുറത്ത് എഴുതുന്നവരെ നോക്കിയാൽ മതി. ആരാ എ യൂണിയൻ ബിക്ക് പുറത്ത്? രണ്ട് റിങ്ങിനും പുറത്താറുള്ളത് 8 മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ 8 സെറ്റ് 8 ആണ് ഇതിന്റെ ആൻസർ. ഇതിന് ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് എ ഡാഷ് എഴുതണം, ബി ഡാഷ് എഴുതണം, ഇന്റർസെക്ഷൻ എഴുതണം. വാട്ട് ഈസ് എ ഡാഷ്? എ ഡാഷ് എന്ന് പറഞ്ഞാൽ എ എന്ന റിങ്ങിന്റെ പുറത്തുള്ള ആളുകൾ മുഴുവൻ എഴുതണം. എ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്ലൂ റിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. എയുടെ പുറത്ത് എന്ന് പറയുമ്പോൾ 1 ഉണ്ട്, 7 7 8 എല്ലാവരും എയുടെ പുറത്ത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് യുടെ അകത്ത് ആവണം. എയുടെ പുറത്ത് ബി നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എയുടെ പുറത്തുള്ള കംപ്ലീറ്റ് എഴുതണം. 1 4 7 8 ക്ലിയർ. ഈ 8 മറന്നു പോകരുത് കേട്ടോ. ബി ഡാഷ് എന്ന് പറഞ്ഞാലോ, എ ഡാഷിന്റെ ഡെഫിനിഷൻ യു മൈനസ് എ ആണ്. യൂണിവേഴ്സൽ സെറ്റ് നിന്ന് എ കുറക്കണം അല്ലെ. യൂണിവേഴ്സൽ സെറ്റ് ഇവിടെ ഉണ്ട്. അതിൽ നിന്ന് എയിലെ ആളുകളെ ഫുൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് എ ഡാഷിന് ആൻസർ കിട്ടും. ബി ഡാഷോ, ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ബിക്ക് പുറത്ത് ആരൊക്കെ ഉണ്ട്? 5 6 8 5 6 8 മറന്നു പോകരുത്. ഇനി എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇവിടെ ഒക്കെ നോക്കിയാൽ മതി. ഈ രണ്ട് ലേറ്റസ്റ്റ് സെറ്റിലേക്ക് നോക്കുക. അതിൽ കോമൺ ആയിട്ട് ആരാ ഉള്ളത്? 1 കോമൺ ആണോ? അല്ല. 4 കോമൺ ആണോ? അല്ല. 7 നോ. 8 മാത്രമേ കോമൺ ഉള്ളൂ. therefore a dash intersection b dash is equal to set 8. In equation 1 equation 2 നോക്കൂ, 1 and 2 are the same. So from 1 and 2 a union b the whole dash is equal to a dash intersection b dash. ഇങ്ങനെയാണ് ഈ ഡിമോർഗൻസ് ലോ വെരിഫിക്കേഷന്റെ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, വെൻ ഡയഗ്രം തന്നു കഴിഞ്ഞാൽ ഈ ഡയഗ്രാം നോക്കിയിട്ട് തന്നെ ആൻസർ എഴുതാൻ പറ്റും. വേറെ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. പക്ഷെ എ ഡാഷ് ഇത് എഴുതുമ്പം എക്ക് പുറത്തുള്ള എലമെന്റ്സ്, എക്ക് വെളിയിൽ വരുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 1 4 7 മാത്രം എഴുതിയാൽ പോരാ. ഈ 8 എന്നുള്ള എലമെന്റ്സ് എഴുതാൻ മറക്കരുത്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ ചെയ്താലും മതി. യൂണിവേഴ്സൽ സെറ്റ് ഇവിടെ നിന്നുണ്ടല്ലോ, അതിൽ നിന്ന് എനെ പുറത്താക്കുക. എ എന്ന് പറഞ്ഞാൽ 2 വെട്ടിക്കളയാ, 3 5 6 അങ്ങനെ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് എ ഡാഷ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഞാൻ ഈ ഡിമോർഗൻസ് ലോന്റെ സെക്കൻഡ് ഭാഗം കൂടെ ഇവിടെ തെളിയിക്കുകയാണ്. സെയിം ക്വസ്റ്റ്യൻ ആണ്. എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എ ഇന്റർസെക്ഷൻ ബി ഇവിടെ ഓൾറെഡി ഉണ്ട്. 2 3 അല്ല 2 3 കണ്ടില്ലേ നിങ്ങൾ? അപ്പൊ അതിന്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 3 ഒഴികെയുള്ള ബാക്കിയെല്ലാം എഴുതിയാൽ മതി. 5 6 8 1 4 7 അതാണ് എ ഇന്റർസെക്ഷൻ ബി ദി ഹോൾ ഡാഷ്. ഇനി എ ഡാഷ് എഴുതണം. എ ഡാഷ് നമ്മൾ നേരത്തെ കണ്ടു, ബി ഡാഷ് നേരത്തെ കണ്ടു. ഇത് രണ്ടും കൂടെ യൂണിയൻ ചെയ്യണം. യൂണിയൻ നമ്മൾ രണ്ടും കൂടി ചേർത്ത് എഴുതണം. അപ്പൊ എ ഡാഷ് അത് ഇങ്ങോട്ട് നോക്കാതിരിക്കണം നല്ലത്. ഇവിടെ നോക്കി എഴുതിയാൽ മതി. എ ഡാഷും ബി ഡാഷും കൂടെ ചേർത്ത് എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? 1 4 7 8 5 6 8. 8 രണ്ട് പ്രാവശ്യം ഉണ്ട്, നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഇപ്പം 5 6 1 4 7 8 ഇത് സെയിം സെറ്റ് തന്നെ നമുക്ക് ആൻസർ കിട്ടും. therefore from 1 and 2 the result is verified. ഇതാണ് ഡിമോർഗൻസ് ലോന്റെ രണ്ടാമത്തെ വെർഷൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. ഇൻ എ ക്ലാസ് ഓഫ്, ഇതാണ് വേർഡ് പ്രോബ്ലം. വേർഡ് പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇൻ എ ക്ലാസ് ഓഫ് 70 സ്റ്റുഡൻസ് 30 സ്റ്റഡി മാത്സ് 55 സ്റ്റഡി ഫിസിക്സ്. ഹൗ മെനി സ്റ്റഡി ബോത്ത്സ് ഫിസിക്സ് ആൻഡ് മാത്സ്? പിന്നെ മാത്സ് ഓൺലി, ഫിസിക്സ് ഓൺലി. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ആദ്യം തന്നെ നമ്മൾ രണ്ട് ഐറ്റംസിന് 2 സെറ്റ് ആദ്യം അലോട്ട് ചെയ്യുന്നു. സെറ്റ് എ അല്ലേ, സെറ്റ് എ മാത്സ് പഠിക്കുന്ന കുട്ടികൾക്ക് എ എന്നും ഫിസിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ബി എന്നും പേര് കൊടുത്തു. ഇതിൽ ഉപയോഗിക്കുന്ന റിസൾട്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. n of a union b is equal to n of a plus n of p minus n of
എ ഇന്റർസെക്ഷൻ ബി. മറക്കരുത്, ഈ ഒരൊറ്റ റിസൾട്ടിൽ നിന്നുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇൻ എ ക്ലാസ് ഓഫ് 70 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞത് കൊണ്ട് മൊത്തം സ്റ്റുഡൻസിന്റെ എണ്ണം എൻ ഓഫ് എ യൂണിയൻ ബി നമുക്ക് തന്നിട്ടുണ്ട്. മാത്രമല്ല മാത്സ് പഠിക്കുന്നവർ 30 അല്ലെ, അപ്പൊ എൻ ഓഫ് എ 30 ആണ്. എൻ ഓഫ് ബി ഫിസിക്സ് പഠിക്കുന്നവർ 55 ആണ്, അത് എഴുതി വെച്ചു. യൂണിയൻ ബി 70 എഴുതി വെച്ചു. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ബോത്ത്സ് അല്ലെ. ബോത്ത്സ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 70 ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ 30 പ്ലസ് എൻ ഓഫ് ബി മൈനസ്, ഇനി ഇന്റർസെക്ഷൻ ആണ് കാണേണ്ടത്, അത് അതുപോലെ എഴുതുന്നു, നമുക്കറിയില്ല. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് സൈഡ് എടുക്കുന്നു. ഇതിനെ 85 മൈനസ് 70 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 50 എന്ന ആൻസർ കിട്ടും, 15 എന്ന ആൻസർ കിട്ടും. ശരിയല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മാക്സ് ഓൺലി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ആണ്. മാക്സ് ഓൺലി മീൻസ് എ മൈനസ് ബി. ഇപ്പോൾ ഓൺലി വരുമ്പോൾ അവിടെ ഡിഫറൻസ് ആണ് വരിക കേട്ടോ. എൻ ഓഫ് എ മൈനസ് ബി. എൻ ഓഫ് എ മൈനസ് ബി കാണാൻ ഫോർമുല കാണാതെ പഠിക്കണം. നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വെൻ ഡയഗ്രം ഓർത്ത് വെച്ചാൽ മതി. ഇതാണ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ. എ മൈനസ് ബി എന്ന് പറയുന്ന ഈ ഭാഗം ശരിക്കും എയുടെ റിംഗിൽ നിന്ന്, എയുടെ റിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ റിംഗ് ആണ്. ഈ ഗ്രീൻ റിംഗിൽ നിന്ന് ഈ കോമൺ ഭാഗം കുറച്ചതല്ലേ, സബ്ട്രാക്ട് ചെയ്തതല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, എ മൈനസ് ബി എന്ന് പറഞ്ഞ ഈ ഭാഗം ഫുൾ റിംഗിൽ നിന്ന് കോമൺ മൈനസ് ചെയ്തു. എൻ ഓഫ് എ ഇവിടെ അവൈലബിൾ ആണ് 30, ഇന്റർസെക്ഷൻ ഇവിടെ 15, രണ്ടും അവൈലബിൾ ആണ്. സോ ദ ആൻസർ ഈസ് 15. എൻ ഓഫ് ബി മൈനസ് പറഞ്ഞു നോക്കൂ, ഇതാ ഈ റെഡ് കളറിൽ കാണുന്ന ഈ ഭാഗമാണ്. ഓക്കെ, ഈ ബിയുടെ റിംഗിൽ നിന്നും ഈ കോമൺ ഭാഗം മൈനസ് ചെയ്തു. എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ എത്രയായിരിക്കും ആൻസർ? 55 മൈനസ് 15 40 എന്ന ആൻസർ കിട്ടും. ഇനി മാത്രമല്ല, നമുക്ക് വെൻ ഡയഗ്രം, ഈ ഇന്റർസെക്ഷൻ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വെൻ ഡയഗ്രം ഉപയോഗിച്ചും ഇതിന്റെ ആൻസർ എഴുതാവുന്നതാണ്. ഈ ഇന്റർസെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെന്റർ ആദ്യം തന്നെ ഫില്ല് ചെയ്യാം. ഇതാണ് ഇന്റർസെക്ഷൻ. ഓക്കെ, ഇനി എ 30 എന്ന് പറഞ്ഞിട്ടില്ലേ, നോക്കൂ. എൻ ഓഫ് എ 30 ആണെങ്കിൽ ഇവിടെ 15 വന്നു കഴിഞ്ഞാൽ ഇവിടെയും 15 വരും. ക്ലിയർ? ഇവിടെ 15 വരും. ഇത് എൻ ഓഫ് ബി 55 എന്ന് പറഞ്ഞാൽ ഇവിടെ 15 വന്നു, അപ്പോൾ ഇവിടെ 40 വരും. 40 പ്ലസ് 15 55 റെഡിയായി. ഇവിടെ 30 റെഡിയായി. അങ്ങനെ വരുമ്പോൾ നമുക്ക് മാത്സ് ഓൺലി, ഏതാണ് മാത്സ് ഓൺലി? ഇതാ ഈ 15 ആണ് മാത്സ് ഓൺലി. ഇവിടെ കാണുന്ന 40 ആണ് ഫിസിക്സ് ഓൺലി. ഈ സെന്ററിൽ കാണുന്ന 15 ആണ് ബോത്ത്സ്, ഫിസിക്സ് ആൻഡ് മാത്സ്. ഇനി അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ 15 15 40, അപ്പോൾ 70 കുട്ടികൾ മൊത്തം ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ വെൻ ഡയഗ്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. പക്ഷെ വെൻ ഡയഗ്രം വരക്കുന്നത് ഈസി ആവണമെങ്കിൽ ഈ കോമൺ ഭാഗം തന്നാൽ മാത്രമേ വളരെ പെട്ടെന്ന് കിട്ടുകയുള്ളൂ. അല്ലാതെയും കിട്ടും, പക്ഷെ വളരെ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ളത് ഈ കോമൺ ഇന്റർസെക്ഷൻ തന്നു കഴിഞ്ഞാൽ വെൻ ഡയഗ്രം ഉപയോഗിച്ചാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. Okay, next question number 10. In a survey of 600 students, 150 were found to be taking tea, 225 coffee, 100 were taking both. Find how many were taking either tea or coffee, neither tea nor coffee. ഇവിടെ or എന്നാക്കണം കേട്ടോ. either tea or coffee എന്നാണ്. either tea or coffee. Clear? either or എന്നാ വരിക, neither nor. Okay, neither nor, either or എന്നാണ്. ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇവിടെ നമുക്ക് രണ്ട് സെറ്റ് അസൈൻ ചെയ്യുന്നു. ഏതൊക്കെയാണ് അസൈൻ ചെയ്യാം? ക്യാപിറ്റൽ എ, ടീക്ക് നമ്മൾ ടീ എടുക്കുന്നത് എ കൊടുത്തു, കോഫി കുടിക്കുന്ന കുട്ടികളുടെ സെറ്റിന് ബി എന്ന് കൊടുത്തു. ഇപ്പം ഇവിടെ 150 അല്ലേ, എൻ ഓഫ് എ 150 ആണ് ടേക്കിംഗ് ടീ. എൻ ഓഫ് ബി കോഫി കുടിക്കുന്നവർ 225 ആണ്. 100 വേർ ടേക്കിംഗ് ബോത്ത്സ്, എ ഇന്റർസെക്ഷൻ ബി 100 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇന്റർസെക്ഷൻ തന്നതുകൊണ്ട് നമുക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ച് ഇതിന്റെ ആൻസർ വളരെ പെട്ടെന്ന് ചെയ്യാം. നോക്കൂ നിങ്ങൾ, ഞാൻ ഒന്നാമത്തെ സെറ്റ് ഇവിടെ കൊടുത്തു, എ ആണ് ടീ, ഇത് ബി കോഫിയാണ്. ഇന്റർസെക്ഷൻ 100 എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ 100 എന്ന് മാർക്ക് ചെയ്തു. ഇനി ടീ കുടിക്കുന്നവർ 150 അല്ലേ, അപ്പൊ ഇനി ഇവിടെ 150 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, ഇവിടെ 50 എന്ന് എഴുതിയാൽ മതി. അപ്പൊ ആകെ 150 റെഡിയായി, ടാലി ആവണേ. ഇനി കോഫി കുടിക്കുന്നവര് എത്ര? 225. അപ്പൊ ഇവിടെ എത്ര എഴുതണം? ഇനി ഇവിടെ 100 പോന്നു കഴിഞ്ഞാൽ 125. ഇപ്പൊ കോഫി നോക്കൂ നിങ്ങൾ 225, ടീ നോക്കൂ 150. പക്ഷെ ആകെ കുട്ടികൾ എത്രയായി? ചായയോ കോഫിയോ കുടിക്കുന്നവർ, ടീയോ കോഫിയോ കുടിക്കുന്നവർ കിട്ടാൻ ഇത് മൂന്നും കൂടെ കൂട്ടി ചേർത്താൽ മതി അല്ലേ. 150 പിന്നെ 275 എന്ന ആൻസർ കിട്ടും. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, രണ്ടും കുടിക്കാത്തവർ ഈ ക്ലാസ്സിലുണ്ട്. ടീയും കോഫിയും കുടിക്കാത്തവർ ഈ ക്ലാസ്സിലുണ്ട് എന്ന് ഉറപ്പാണ്. ക്വസ്റ്റ്യനിൽ തന്നെ നെയ്തർ ടീ നോർ കോഫി ചോദിച്ചതുകൊണ്ട് അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട്. അപ്പൊ ഈ നമ്മൾ ഈ രണ്ട് റിംഗ്സിന്റെയും പുറത്ത് എത്ര പേരുണ്ടെന്ന് എങ്ങനെ കിട്ടും? ഇതാകെ 275 ആണ്. ആകെ കുട്ടികൾ 600 ആണ് അല്ലെ. 600ൽ നിന്ന് ഈ 275 കുറച്ച് കഴിഞ്ഞാൽ 325 കുട്ടികൾ ടീയും കോഫിയും കുടിക്കാത്തവരുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ കിട്ടും. നോക്കൂ,
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എയ്തർ ടീ ഓർ കോഫി. ഐദർ ടീ ഓർ കോഫി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് റിംഗ് ആണ് ചോദ്യം അല്ലെ. എ യൂണിയൻ ബി ആണ് ചോദ്യം. എൻ ഓഫ് എ യൂണിയൻ ബി. ഞാൻ ഫോർമുല ഉപയോഗിക്കാതെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, ഫസ്റ്റ് 50 പ്ലസ് 100 പ്ലസ് 125. ഇതാണ് എയ്തർ ടീ ഓർ കോഫി. സോ ദ ആൻസർ ഈസ് 275. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നെയ്തർ ടീ നോർ കോഫി എന്ന് പറഞ്ഞാൽ ചായയും കോഫിയും കുടിക്കാത്തവരാണ്. അപ്പൊ രണ്ട് റിംഗിന്റെയും പുറത്ത് എത്ര ഉണ്ട് നോക്കൂ, 325 അല്ലെ. 325 ഇതിന്റെ ആൻസർ. ഇപ്പം നെയ്തർ ടീ നോർ കോഫി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്, എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇവിടെ ഡിമോർഗൻസ് ലോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഞാൻ ഇവിടെ സിമ്പിൾ ആയിട്ട് വെൻ ഡയഗ്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഓക്കെ, എയ്തർ ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നവരാണ്. യൂണിയൻ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ രണ്ട് റിംഗും കൂടെ ചേർത്ത് എഴുതുക. രണ്ട് റിംഗിനും പുറത്താണ് നെയ്തർ നോർ. ഈ റിംഗിനകത്തുള്ളത് 275 ആണ്. 600 നിന്ന് 275 കുറച്ചതാണ് ഈ 325. ആകെ നിങ്ങൾ കൂട്ടി നോക്കിയാൽ 600, 600 എന്ന ആൻസർ കിട്ടണം. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോർമുല ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. എങ്ങനെ ഫോർമുല ഉപയോഗിക്കുക? എൻ ഓഫ് എ യൂണിയൻ ബി, എൻ ഓഫ് എ അല്ലെ 150 പ്ലസ് എൻ ഓഫ് ബി 225 മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ. ഇതാണ് ഫോർമുല. കറക്റ്റ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻസർ നിങ്ങൾക്ക് 275 എന്ന് കിട്ടും. ഇനി എൻ ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ചോദിച്ചാൽ ഡിമോർഗൻസ് ലോ ചെയ്യണം. എൻ ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ്. യൂണിയൻ ബി ദ ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ യു വിൽ എൻ ഓഫ് യു മൈനസ് ഇത് അല്ലെ, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ 600 ആണ്. 600 മൈനസ് ഈ 275 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 325 ആൻസർ. അപ്പോൾ ഈ രണ്ട് രൂപത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. വെൻ ഡയഗ്രം ഉപയോഗിച്ചും ചെയ്യാം, അല്ലാതെയും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ രണ്ട് രൂപത്തിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ അത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് then ഓപ്ഷൻസ് ഉള്ള ചോദ്യമായിരിക്കും. എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5 എന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ എ മൈനസ് എ ഇന്റർസെക്ഷൻ ബിയുടെ ആൻസർ ആണ് ചോദ്യം. ഈ രണ്ട് ചോദ്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വെൻ ഡയഗ്രത്തിന്റെ സഹായം തേടാവുന്നതാണ്. എയിൽ നിന്ന്, എ എന്ന റിംഗിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി കുറച്ച് കഴിഞ്ഞാൽ ഇതാണ് എ ഇന്റർസെക്ഷൻ ബി, ഈ കോമൺ ഭാഗമാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഈ ഭാഗമായിരിക്കും അല്ലെ. ഇതിന് പറയുന്ന പേരാണ് എ മൈനസ് ബി. സോ എ മൈനസ് ബി ആണ് ഇതിന്റെ ആൻസർ. വെൻ ഡയഗ്രം വരച്ച് ടെസ്റ്റ് ചെയ്താൽ മതി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് എ മൈനസ് ബി, നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഭാഗമാണ് എ മൈനസ് ബി, ഈ ഭാഗം. ഓക്കെ, യൂണിയൻ നമ്മൾ ചേർത്ത് വെക്കണം. എ ഇന്റർസെക്ഷൻ ബി, എ ഇന്റർസെക്ഷൻ ബി നമ്മൾ ഈ കോമൺ ഭാഗം, ഈ കോമൺ ഭാഗവും ഈ ഭാഗവും ചേർന്നാൽ എന്ത് കിട്ടും? എ ആയിരിക്കും ആൻസർ. ക്ലിയർ? മറ്റൊരു ക്വസ്റ്റ്യൻ, എ യൂണിയൻ 5 ഡാഷ്. ഇതൊക്കെ ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. എ യൂണിയൻ 5 ഡാഷ്. 5 ഡാഷ് എന്ന് പറഞ്ഞാൽ യു ആണ്. എ യൂണിയൻ യു എന്ന് പറഞ്ഞാൽ വലിയ സെറ്റ് ആയിരിക്കും ആൻസർ, യൂണിവേഴ്സൽ സെറ്റ്. എ ഇന്റർസെക്ഷൻ 5 ഡാഷ്. 5 ഡാഷ് എന്ന് പറഞ്ഞാൽ യു തന്നെ പറഞ്ഞു. എ ഇന്റർസെക്ഷൻ യു എന്താ വരിക? എ ഇന്റർസെക്ഷൻ യു എന്ന് പറഞ്ഞാൽ ചെറിയ സെറ്റ് ആയിരിക്കും ആൻസർ. എ ആയിരിക്കും ആൻസർ. ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എല്ലാം നിങ്ങൾക്ക് വെൻ ഡയഗ്രത്തിന്റെ സഹായത്തോടു കൂടി ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12 ഒന്ന് വായിച്ചു നോക്കൂ. Let A is equal to set of all x such that x is a prime number less than 11, b equal to integer 2 less than or equal to x less than or equal to 8, and c equal to A intersection B. Write A, B, C in roster form. Write the number of elements in power set of C. Write number of subsets of C having 3 elements. Questions ഒക്കെ എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക പരമാവധി കേട്ടോ. ഒന്നാമത്തെ സെറ്റിൽ പറഞ്ഞു നോക്കൂ. പ്രൈം നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 2, 3, 5, 7 അല്ലെ. 11ന്റെ താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. ബി ഇൻഡിജേഴ്സ് ആണ്, 2 to 8, 2 മുതൽ 8 വരെയുള്ള ഇൻഡിജേഴ്സ്. റെഡി അല്ലേ? സി എഴുതുമ്പം എ ഇന്റർസെക്ഷൻ ബി എന്നാ പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും സി? കോമൺ ആയിട്ടുള്ളത് ആരൊക്കെയാണ്? 2, 3, 5, 7, 2, 3, 5, 7. ക്ലിയർ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. റൈറ്റ് ദി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് സി. സിക്ക് എത്ര സബ്സെറ്റ് ഉണ്ടാവുന്നതാണ് ചോദ്യം. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റുകളുടെ സെറ്റ് ആണല്ലോ. ഇവിടെ 4 ആയതുകൊണ്ട് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പി ഓഫ് സി ഈക്വൽ ടു 2 raised to 4 is equal to 16. നിങ്ങൾ പറയാതെ സ്വന്തം ആൻസർ കേട്ടോ. റൈറ്റ് ദി നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് സി ഹാവിംഗ് 3 elements. നമുക്കറിയാം ഇതിൽ 16 സബ്സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 3 എലമെന്റ്സ് ഉള്ള എത്ര സബ്സെറ്റ് ഉണ്ട് നോക്കണം. ഇവിടെ 1, 2, 3, 4 അല്ലെ. 4C3 ആയിരിക്കും ആൻസർ. 4C3 എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും ഇതിന്റെ ആൻസർ. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 12 ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇതേ മോഡൽ ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ അവൈലബിൾ ആണ്. എല്ലാ ചോദ്യങ്ങളും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. സെറ്റ് എന്നുള്ള ചാപ്റ്റർ വളരെ ഈസി ആയ ഒരു ചാപ്റ്റർ ആണ്. 5, 6, 7 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ സെറ്റിൽ നിന്നുണ്ടാവും.
വളരെ ഈസി ചോദ്യങ്ങളായിരിക്കും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സെറ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസാന ഭാഗവും തെറ്റും. അതുകൊണ്ട് ഫസ്റ്റ് 2 സ്റ്റെപ്സ് എപ്പോഴും നന്നായി ശ്രദ്ധിച്ച് എഴുതുക. ഈ ഫസ്റ്റ് സ്റ്റെപ്സുകളൊക്കെ റോങ് ആയി കഴിഞ്ഞാൽ അവസാനത്തേക്ക് അത് കൂടുതൽ തെറ്റായിട്ട് മാറും. അതുകൊണ്ട് പ്രത്യേക കരുതലോട് കൂടി വേണം സെറ്റ് എന്നുള്ള ചാപ്റ്ററിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് എഴുതി പഠിക്കണമെന്ന് പ്രത്യേകം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് പ്രത്യേകം താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു വൺ ആൻഡ് ഓൾ.